നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി.പി. വധക്കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകനെ മാറ്റാനുള്ള നീക്കം യു.ഡി.എഫ് സർക്കാർ നടത്തുകയാണ്. CPM സഹയാത്രികനായ സീനിയർ അഭിഭാഷകൻ PV ദിനേശിനെയാണ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. ഇടത് സഹയാത്രികൻ എന്നുകൂടി അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും PV ദിനേശിനെ മാറ്റുന്നു എന്ന തീരുമാനം അത് സ്വാഗതാർഹമാണെന്ന പ്രതികരണമൊക്കെ ഇതിനോടകം വന്നു കഴിഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അപ്പോൾ സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ ഒരു തീരുമാനം യു.ഡി.എഫ് സർക്കാർ എടുത്തിരിക്കുകയാണ്. അതായത് ടി.പി. വധക്കേസില് സുപ്രീം കോടതിയിൽ ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകനെ മാറ്റാനൊരു തീരുമാനം. അത് നമുക്കറിയാം, ഇടത് സഹയാത്രികനായ ഒരു അഭിഭാഷകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അതെ. അപ്പോ എന്താണ് ഈ പുതിയ തീരുമാനത്തോട്, ഈ ഒരു കേസിൽ എന്തായിരിക്കും അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ അഭിഭാഷകനെ മാറ്റുമ്പോൾ? അതായത് നമ്മുടെ അഭിഭാഷകനെ മാറ്റാൻ വളരെ വൈകിപ്പോയെന്ന അഭിപ്രായം. എന്താണ് ഇത്രയും വൈകുന്നത് ഓരോരോ കാര്യത്തിലും? ഇത് വളരെ പ്രമാദമായിട്ടുള്ള, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഒരു ഭീകരാക്രമണത്തിന് സമാധാനമായിട്ടുള്ള ഒരു വധകമാണ് ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകം എന്ന് പറയുന്നത്. ആരെയും ഞെട്ടിപ്പിക്കുന്ന 56-58 വെട്ടുകൾ കൊടുത്തിട്ട് ഒരു മനുഷ്യനെ പച്ച മാംസത്തോട് പോയി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ആർക്കാണ് സഹിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ മണ്ണ്, ഇതാണ് കേരളം, ഇത് കേരളമാണെന്നൊക്കെ പറയുന്നത്. കുലംകുത്തി എന്ന് പേരിട്ടിട്ട് പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി, പാർട്ടിക്കത് ശക്തി കുറയ്ക്കും എന്ന് കണ്ടുകൊണ്ട് ആളിനെ കൊല്ലുകയാണ് കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച്. എന്നിട്ട് ഇൻഷാ അള്ളാ എന്നുള്ള ബോർഡ് വെച്ച് ആ വണ്ടികൾ അവിടെ ചെല്ലുക, ഇന്നോവ വണ്ടികൾ അവിടെ ചെല്ലുക. എന്താണിത്? ഇത് ഏത് രാജ്യത്താണ് നമ്മൾ ഈ ഏതെങ്കിലും ആഫ്രിക്ക, ഇരുണ്ട യുഗങ്ങളിൽ ജീവിക്കുന്ന ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്താണ് ജീവിക്കുന്നത്? അത്തരം ഒരു കൊലപാതകത്തിലെ കേസാണ് ഇങ്ങനെ നമ്മുടെ കേസെടുക്കാൻ, അതിന്റെ വിചാരണ നടക്കാൻ ഒക്കെ ഒരുപാട് സമയമെടുക്കും. അതിന്റെ ഒരു സാധാരണ ഡിലേയുണ്ട്. അതിന് പുറമെയാണ് അവരുടെ പാർട്ടിയുടെ വക്കീലിനെ വെച്ചുകൊണ്ട് ഈ കേസ് എതിരെയാണെന്നുള്ള മട്ടിൽ അതിനെ പ്രതികളെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുക CPM സ്ഥിരം പരിപാടിയാണ്. സിസ്റ്റമിക് എൻക്രോച്ച്മെന്റ്. അവർക്ക് പറ്റാവുന്ന മേഖലകളിലെല്ലാം പാർട്ടിയുടെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ആ സിസ്റ്റമിക് എൻക്രോച്ച്. അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ആ കാര്യമാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നില്ല, രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന അവരുടെ പ്രതികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. അവർക്ക് മുദ്രാവാക്യം, കൊലപാതക കേസിലെ പ്രതികൾക്ക് വരെ ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും മുദ്രാവാക്യം മുഴക്കുന്ന ഒരേ ഒരു പാർട്ടി ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ ഈ CPM ആണ്. നമ്മൾ കണ്ടു, മുൻ മന്ത്രിമാർ വരെ അവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രോത്സാഹിക്കുന്നു കൊലപാതകങ്ങളെ, കൊലപാതക രാഷ്ട്രീയത്തെ. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൊലപാതക കേസിലെ പ്രതി, പ്രമാദമായ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ടി.പി. ചന്ദ്രശേഖരനെ ശിക്ഷിക്കാനെന്ന വ്യാജേന രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്ന, രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്ന PV ദിനേശൻ എന്ന് പറയുന്ന വക്കീൽ, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ. കോൺഗ്രസിന്റെയും അഭിഭാഷക സംഘടനയുണ്ടല്ലോ, അവർക്കും അറിയാമല്ലോ. തിരിച്ച് അദ്ദേഹത്തെ മാറ്റേണ്ട, അധികാരത്തിൽ കയറി ഉടനെ തന്നെ മാറ്റേണ്ട, തിരുത്തലവിൽ വരുത്തേണ്ട. ഇപ്പൊ 100 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനംമാറ്റം വരുന്നത് UDF-ന്. അദ്ദേഹത്തിനെ വെച്ച ജന്മത്തുണ്ടല്ലോ ഇതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഇപ്പൊ തന്നെ ഇതിലെ പ്രതിയായിട്ടുള്ള കൊടിസുനി സുപ്രീം കോടതിയിൽ ജാമ്യം വേണമെന്നും പറഞ്ഞ് അപേക്ഷിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള അഭിഭാഷകന്മാരാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം തെളിവൊന്നും നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് വാദിച്ച് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് മനംമാറ്റം വന്നതുള്ളൂ. പക്ഷേ എന്നിട്ടും എന്താ, വീണ്ടും ഈ സർക്കാർ ഫയലുകൾ നീങ്ങുന്ന, ഒച്ച ചെയ്യുന്ന വേഗത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതിയ അഭിഭാഷകൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്നാര് വേണോ എന്നുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള സിദ്ധാർത്ഥ് ലൂത്ര എന്നിവരിൽ ഒരാളെ ഇങ്ങനെ ആക്കണം. ഇതിൽ ആരെ വേണമെന്ന് തീരുമാനിക്കണ്ടേ? അല്ലെങ്കിൽ രണ്ടുപേരെയും കൂടെ വെച്ചുകൂടെ? എന്നാലും തെറ്റൊന്നുമില്ല. കാരണം അത് ചെയ്യുന്നത് കേരളത്തിനോട് ചെയ്യുന്ന ഒരു നീതിയായിരിക്കും, നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമായിരിക്കും, സംശയമൊന്നുമില്ല. അങ്ങനെയൊക്കെ ശക്തമായിട്ട് ഈ അഭിഭാഷക തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പല പ്രതികളെയും CPM രക്ഷപ്പെടുത്തുന്നത്. അതാണ് ഈ പ്രതികൾക്ക് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാനുള്ള ആവേശവും അതുപോലെ തന്നെ പ്രലോഭനവും നൽകുന്നത്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണത്. അത് ഇന്ത്യയിൽ ആകമാനം അഭിഭാഷക സംഘടനകളിൽ ഒന്നാമത് നിൽക്കുന്നത് CPM ഭിന്നതയുള്ള സംഘടന തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ അഭിഭാഷകരെ ഉപയോഗിച്ച് ഇതിനെ നേരിടാൻ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അമ്പിക്ക തോർത്ത് നല്ല മിടുക്കന്മാരായിട്ടുള്ള അഭിഭാഷകരും ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ ആ മിടുക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ നല്ല കാര്യത്തിനല്ല ഉപയോഗിക്കുന്നത്,
നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തീരുമാനം വരണം. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വക്കീല് നല്ല ഒന്നാന്തരം വക്കീലാണ്, നല്ല ഒന്നാന്തരം ക്രിമിനൽ അഭിഭാഷകനാണ്. മര്യാദയ്ക്ക് ഫീസ് കൊടുത്താൽ, കൃത്യമായിട്ട് ഫീസ് കൊടുത്താൽ, നല്ല ഫീസൊക്കെ വരും അവർക്ക്. ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് ഇതിനു വേണ്ടി വാദിക്കും, പ്രൊഫഷണലായിട്ട് വാദിച്ച് ഈ കേസ് ചെയ്യും. പിന്നെ തീരുമാനമെടുക്കാൻ എന്താണ് ഇത്ര വൈകുന്നത് എന്നുള്ളതാണ് സംശയം. എല്ലാത്തിലും ഇതുപോലെ ഒരു വലിയ ഡിലേ വരുന്നുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് PSC നടത്തിയത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുന്ന കാര്യം. അവിടെ വളരെ നോക്കൂ, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു അതിനകത്ത് അവരുടെ ഒരു എൻക്രോച്ച്മെന്റ് നോക്കൂ. ആദ്യം PSC അംഗങ്ങളുടെ ശമ്പളം അങ്ങ് കൂട്ടി ജില്ലാ ജഡ്ജിയുടേതിന് സമാനമാക്കി അങ്ങ് മാറ്റി. അങ്ങനെ സൂചിപ്പിച്ചു. PSCയിലുള്ള എല്ലാവരെയും സൂചിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആസൂത്രണ ബോർഡിന്റെ ഉയർന്ന പദവിയിലേക്ക് അങ്ങ് നിയമിച്ചു. എന്തിനാണ് തന്ത്രം എന്തായിരുന്നു? അയാൾക്ക് അറിയാൻ വയ്യാത്ത ചോദ്യങ്ങളെല്ലാം വാല്യുവേഷനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്. ഇത് ക്രിമിനൽ കുറ്റമല്ലേ? നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിനേക്കാളും വലിയ കുറ്റങ്ങളാണ് ചെയ്തിട്ടാണ് അവിടെ പോയി നീറ്റ് പരീക്ഷ ക്രമക്കേട് നടന്നെന്ന് പറഞ്ഞ് മോദിക്കെതിരെ സമരം ചെയ്യാൻ പോയത്. ആ ക്രമക്കേടിൽ പ്രതിയായ PSCക്കാരെ ഒരുമിച്ച്, ശിക്ഷയൊക്കെ പിന്നെ കോടതി വിധിക്കും, അവർ ഒരുമിച്ചങ്ങ് നീക്കുന്നതിൽ എന്താ തടസ്സം? ഇതാണ് ഗവൺമെന്റിന് അത് അധികാരമില്ല. അതിനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കണ്ടേ? അതിനാണ് ഗവൺമെന്റ്, അതിനാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ. ലീഡറായിരുന്നെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞത്. കരുണാകരനാണെങ്കിൽ നിമിഷങ്ങൾക്കായി ഇവരെയൊക്കെ മാറ്റി. ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടില്ലേ ഈ ED കേസിൽ പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടന്ന റെയ്ഡിൽ പങ്കെടുത്ത ED ഉദ്യോഗസ്ഥരുടെ കണ്ണും പൊട്ടിച്ച് കാറിന്റെ കണ്ണടയും പൊട്ടിച്ച് ഒക്കെ വിലസിയ ഗുണ്ടകളെ, ആ ഗുണ്ടകൾ ഒരാൾക്ക് ജാമ്യം കിട്ടി. ആ ഗുണ്ടയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മാവേലിയെ പോലെ സ്വീകരിച്ചു കൊണ്ടുപോയി ഊഞ്ഞാലടിക്കും മ്യൂസിയം പോലീസ് നഗരഹൃദയത്തില്. അപ്പൊ കുറച്ച് നടപടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നടക്കുന്നത്? അതുപോലെ EDക്കെതിരെ ഇവർ ഈ ആക്രമണം നടത്താൻ അതിനെ നേരിടാൻ എന്താ നഗരത്തിനകത്ത് പോലീസ് ഇല്ലേ? അരക്ഷിതാവസ്ഥയാണോ നമ്മുടെ നഗരത്തില്? ഇതാണോ ക്രമസമാധാനം? ആഭ്യന്തര വകുപ്പിന് മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരൊക്കെ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. CPMന്റെ നയങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ 102 MLA നിങ്ങൾക്ക് നൽകി നിങ്ങളെ ജയിപ്പിച്ചത്. നിങ്ങൾ പിന്നെ CPM ചെയ്ത അതേ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർ ചെയ്ത ഈ തെറ്റുകളെല്ലാം അങ്ങ് പൊതുമാപ്പ് നൽകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോകുന്നത്? ആ തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അത് പങ്കിലമാണ്, വളരെ CPM ചെയ്യുന്ന അതേ തെറ്റ് ആവർത്തിച്ചാൽ CPMനുണ്ടായിട്ടുള്ള അതേ അനുഭവം തന്നെ നിങ്ങൾക്കും വരുമെന്നുള്ള സംശയമില്ല. വേറെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. അവർ ബന്ധാവിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ക്വിക്ക് ആക്ഷൻ ആണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത്രയും ആവേശത്തോടെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആവേശത്തോടു കൂടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. PSCയിൽ ഉണ്ടായിട്ടുള്ള അഴിമതി, അതുപോലെ തന്നെ ഈ പോലീസുകാരുടെ പേർവാഴ്ച, പ്രതികളെ സഹായിക്കുന്ന രീതി, അതുപോലെ തന്നെ ഇപ്പോൾ അയങ്കി ഒക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷെ അതിലും ഡിലേ വന്നു, കാര്യക്ഷമതയില്ലാതെ വന്നു. ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ കാപ്പ പ്രതിയാക്കാൻ തീരുമാനിക്കുന്ന കാര്യത്തിൽ എന്താ വന്നത്? അവിടെ ഇപ്പം ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയാനുണ്ട്. പക്ഷേ ഈ നടപടിയെടുക്കുന്നതിൽ വൈകുന്നത് ഒരിക്കലും ന്യായീകരിക്കുന്ന കാര്യമല്ല. കാരണം അത് എടുക്കേണ്ടത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത് നടക്കുന്നില്ല. ക്വിക്ക് ആക്ഷൻ വേണം. ഇതിനൊന്നും ഒരു നിമിഷം പോലും നമ്മുടെ നഗരത്തിൽ ക്രൈം ചെയ്യാനായിട്ട് വെച്ചുകൊണ്ടിരിക്കും. അവൻ നല്ല ഉടുപ്പ് വിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഊഞ്ഞാലിരുന്ന് താരാട്ട് പാട്ട് പാടി കൊടുക്കുക പോലീസുകാർ. എന്ത് പരിപാടി, എന്ത് സന്ദേശമാണ് ഇത് ജനങ്ങൾക്ക് നൽകുന്നത്? അതുപോലെ തന്നെയാണ് ഈ CP കേസിൽ അതിനൊരു ചുണയായിട്ടും തന്റേടമായിട്ടും കാര്യങ്ങൾ നീക്കണ്ടേ? ഇതൊക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് വല്ലാത്തൊരു പരിഭ്രമം വരുന്നുണ്ട്. ഇതിപ്പോ ഭരിക്കുന്നത് പിണറായി ആണോ അതോ VD സതീശനാണോ എന്നൊരു തോന്നൽ വരും. അതുപോലെ KP ചന്ദ്രശേഖരന്റെ കേസിൽ ഏറ്റവും ശക്തമായിട്ട് പാർട്ടിക്കെതിരെ നടപടികളെടുത്ത ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ടാണ് അന്ന് ഈ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നത്. അതിനുശേഷം അത് തണുത്തു, ഉറങ്ങി, കട്ടിയായി, മഞ്ഞുകട്ടയായി. ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ആ കേസിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. മഞ്ഞുരുകുന്നില്ല. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിലേക്ക് വീണ്ടും വാസ്തവത്തിൽ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയെ സ്പീക്കറുടെ വകുപ്പും ഏൽപ്പിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രശാന്ത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ മെസ്സിയുടെ ആയിട്ടുള്ള ഇടപാടില് ഹവാലയെ പറ്റിയിട്ട് വളരെ വ്യക്തമായ തെളിവുകൾ കൊടുത്തിട്ട് എന്താ ആക്ഷൻ എടുക്കാത്തത്? അതിന്റെ സ്പോൺസർ ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ലിമിറ്റഡിനെതിരെ ആക്ഷൻ എടുക്കാത്തത്? ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല.
ഇതൊക്കെ അടയിരിക്കാനുള്ള കാര്യങ്ങളല്ല, അപ്പോ ഉടനടി നടപടിയെടുക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ മൊത്തത്തിൽ വരുന്ന ഒരു അവധാനത ഈ കേസിലും ഉണ്ടാവുന്നു. ഒരു തീരുമാനമെടുക്കാനുള്ള വൈകലുണ്ടാവുക. എന്താണിത്? ഈ കാര്യത്തിലൊക്കെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ ഈ ഗവൺമെന്റിന് നൽകണം. കാര്യങ്ങൾ ചൊവ്വ പോകാൻ ആഗ്രഹിക്കുന്ന ചൊവ്വും നേരുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം ഗവൺമെന്റിനെയും അതുപോലെ ആഭ്യന്തര വകുപ്പിനെയും. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് തീരുമാനമെടുക്കണം. ഇപ്പോൾ ഓണമാണ്. ഓണം കഴിഞ്ഞാൽ ഉടനെ ഈ കാര്യത്തിൽ പുതിയ അഭിഭാഷകനെ വെച്ചിട്ട് ഇദ്ദേഹത്തെ മാറ്റി ഈ സഖാക്കള് ഈ കേസുകൾ ഇനി വാദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രശേഖരനെ കൊന്നിട്ടേ ഇല്ലെന്ന് വരെ പറയും. ചന്ദ്രശേഖരൻ ഒരാളിന് ഇവിടെ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടേ ഇല്ലെന്ന് വരെ അവർക്ക് സ്ഥാപിക്കാൻ കഴിയും. ആ രീതിയിലേക്ക് പോകരുത്. കേരളം വീണ്ടും CPM ഭരണത്തിലാണെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാനേ അത് സഹായിക്കൂ. വളരെയധികം ജാഗ്രത ഗവൺമെന്റ് ഇതിൽ പുലർത്തണം. ഇതിന്റെ തിരിച്ചടികളും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ഭീകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പൊ തന്നെ പലർക്കും മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി എനിക്ക് ഈ തിരുവോണദിനത്തിൽ തന്നെ ഒരു നിരീക്ഷണം, അങ്ങനെ ഒരു നിരീക്ഷണം കൂടി നടത്തേണ്ടി വരുന്നതിൽ തീർച്ചയായിട്ടും സന്തോഷത്തോടെയല്ല, വളരെ നിരാശയോടുകൂടി തന്നെ അതും പറയുകയാണ്. വളരെയധികം നന്ദി സാർ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്.